എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു മുറുക്കാണ് ഇത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. മാത്രമല്ല ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് 1/2 കപ്പ് പൊട്ടുകടല ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇത് ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി അഥവാ ഇതിൽ തരികളുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ 2 കപ്പ് അരിപ്പൊടി, അതായത് നമ്മളുടെ പൊടി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ തിരുമ്മിയാൽ മതി. തിരുമ്മിയ ശേഷം നമുക്കതിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ പെട്ടെന്ന് ആ പൊടിയിലേക്കൊന്ന് മിക്സ് ആകാനാണ് കൈ വെച്ച് തിരുമുന്നത്. ഇനി നമുക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാകത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സോഫ്റ്റായിട്ട് വരാൻ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. നെയ്യ് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഉരുക്കിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ആ പൊടിയിലേക്കൊന്ന് മിക്സായിട്ട് വരണം. പ്രത്യേകിച്ച് ആ നെയ്യ് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ കൈ വെച്ച് ആ പൊടിയിലേക്ക് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ആ പൊടിക്ക് നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകുകയുള്ളൂ. ഇനി നമുക്ക് നോർമൽ വാട്ടർ, സാധാ പച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ കുഴച്ചെടുക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ വെച്ചിട്ടും വേണമെങ്കിൽ ചേർത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് കുഴച്ചെടുക്കാം. പക്ഷേ ഞാനിവിടെ സാധാ പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഇത് 1.5 കപ്പ് വെള്ളമാണ് എനിക്കിത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ചേർക്കുന്ന അരിപ്പൊടിയുടെ ഇതിന് വ്യത്യാസപ്പെട്ട് പലപ്പോഴും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കില്ല. അപ്പോൾ അതനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ മുറുക്കിന് ഇതുപോലെ കുഴച്ചെടുക്കാൻ. ഇനി മുറുക്കിൻ്റെ മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ടൈറ്റ് ആകാനും പാടില്ല, അതേസമയം വളരെ ലൂസായി പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇത് നമ്മൾ സേവനാഴിയിലിട്ടിട്ടാണ് പിഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ മുറുക്കുണ്ടാക്കുന്നത്. അപ്പോൾ അത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ ശ്രമിക്കണം. വളരെ ടൈറ്റ് ആകാനും പാടില്ല, അല്ലാതെ ലൂസാകാനും പാടില്ല. ഇനി ഞാനിത് പിഴിയുന്നത് ഇതുപോലെ ഒരു കവർ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ പാൽപ്പൊടിയുടെ കവറോ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാകുമല്ലോ, അല്ലെങ്കിൽ സിപ്ലോക്ക് കവറായാലും മതി. അതിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലെ 3 ഹോൾസുള്ള മുറുക്കിൻ്റെ അച്ചാണ് എടുത്തിട്ടുള്ളത്, ചില്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ആ മാവ് കുഴയ്ക്കുന്നത് കറക്റ്റാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ മുറുക്ക് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പേപ്പറിലേക്ക് ഇതുപോലെ ഓയിൽ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. പല ഷേപ്പിലും ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് മുറുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം മാത്രം നമ്മൾ മുറുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുറുക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഒരു 1/2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലും താഴോട്ടാക്കി വയ്ക്കണം. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ പതയെല്ലാം ഒന്ന് ഒതുങ്ങും. എണ്ണയുടെ പതഞ്ഞ് വന്നതൊക്കെ ഒന്ന് ഒതുങ്ങുക. ഈ ഒരു സമയത്ത് നമുക്ക് ആ മുറുക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടാകും. നമുക്കിതുപോലെ അങ്ങ് കോരിയെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ 2 എണ്ണം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിന് നിങ്ങളുടെ ചീനച്ചട്ടിയുടെ ആ വലുപ്പത്തിനനുസരിച്ച് 3 or 4 ഇട്ടിട്ട് നിങ്ങൾക്ക് മുറുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റാണ്, വളരെ ക്രിസ്പിയാണ്. പൊട്ടുകടലയുടെ പൊടിയും അരിപ്പൊടിയും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ സോഫ്റ്റാണ്, എല്ലാവർക്കും കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.